ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ ബിലാൽ. നിങ്ങളിപ്പോഴുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൈനൽ ലാപ്പിലാണ്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് ഗോയിങ് വെൽ. നിങ്ങളുടെ ഇത്ര കാലത്തെ ഹാർഡ് വർക്കിൻ്റെ, സാക്രിഫൈസിൻ്റെ എല്ലാം റിസൾട്ട് നിർണ്ണയിക്കാൻ പോകുന്നത് ആ 3 മണിക്കൂറാണ്. മെയ് 3-ന് 2 മണി മുതൽ 5 മണി വരെയുള്ള ആ ഒരു സമയം നോക്കൂ. ഇത്ര കാലം നിങ്ങൾ എത്ര പഠിച്ചു, എത്ര ഹാർഡ് വർക്ക് ചെയ്തു, എത്രത്തോളം നോളജ് അക്വയർ ചെയ്തു എന്നതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ദിവസം, ആ 3 മണിക്കൂറിൽ നിങ്ങൾ എത്രത്തോളം പെർഫോം ചെയ്തു എന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ടിരുന്നു എന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടിരുന്നു എന്നുള്ളത്. എക്സാം ഹാളിലോ എക്സാം സമയത്തോ ഉണ്ടാകുന്ന ഒരു മൈനർ ഇൻകൺവീനിയൻസ് പോലും, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നല്ലൊരു ആങ്ഷ്യസ് അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങളുടെ എക്സാം ഡേയിൽ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് GERD, നമ്മളെ നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇൻഡൈജഷൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഉണ്ടാവാം. അത്തരത്തിലുള്ളൊരു മൈനർ പ്രോബ്ലം പോലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ, നന്നായിട്ട് എക്സാം എഴുതാനുള്ള കഴിവിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. സോ ഗൈസ്, ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ആ ദിവസം നിങ്ങൾ എക്സാം ഹാളിൽ കയറിയത് മുതൽ ഇറങ്ങുന്നത് വരെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും മാക്സിമം എഫിഷ്യൻ്റായി, മാക്സിമം പൊട്ടൻഷ്യലോടുകൂടി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കീപ്പ് ചെയ്യാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, ആ സമയം നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫിക്സ് യുവർ സ്ലീപ്പ് സൈക്കിൾ. നിങ്ങളിൽ പലരും ഏർലി ബേർഡ്സും നൈറ്റ് ഓൾസും ഒക്കെ ആയിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം ഒന്ന് നൈറ്റാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ടാവും, നൈറ്റ് ഇരുന്ന് പഠിച്ച് പകൽ ഉറങ്ങുന്ന ആളുകൾ. ഇനി അങ്ങനെയല്ല, ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പഠിച്ച് പിന്നെ ഉച്ചക്കൊരു പവർ നാപ്പ് എടുക്കുന്ന ശീലം നമ്മളിൽ പലർക്കും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആ ഒരു സ്ലീപ്പ് ടൈമിനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിനൊന്ന് ചേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് ഈ ഒരു എക്സാം സമയത്ത് നമ്മൾ ഏറ്റവും അലേർട്ടായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിന് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കാര്യമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. ആൻഡ് ഗൈസ്, നിങ്ങൾ എക്സാം സമയത്തേക്ക് മാത്രം ചേഞ്ച് ചെയ്താൽ പോരാ. ലുക്ക്, ആ എക്സാം ഡേയിൽ നിങ്ങൾ മേ ബി ഒരു 3-4 ഹവേഴ്സ് മുമ്പ് തന്നെ നിങ്ങളുടെ എക്സാമിനുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. സോ എക്സാം സെൻറ്ററിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ദൂരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ എക്സാം സെൻറ്ററിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മാക്സിമം അവെയ്ക്കായിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ അടുത്ത ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ, അടുത്ത സമയം കൊണ്ട്. സോ നിങ്ങൾക്ക് പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു ദിവസം കുറച്ച് സമയം ഉറക്കെ പിടിച്ചു വെച്ച് പിന്നെ കണ്ടിന്യൂസ് ആയി ഉറങ്ങിയിട്ടോ സംതിങ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും യു ഹാവ് ടു ചേഞ്ച് യുവർ സ്ലീപ്പ് പാറ്റേൺ ഫോർ ദ എക്സാം ഡേ. രണ്ടാമത്തെ കാര്യം, റെഗുലേറ്റ് യുവർ ഫുഡ് ഇൻടേക്ക്. നിങ്ങളുടെ ഫുഡ് ഇൻടേക്കിനെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പം മുതൽ തന്നെ പരിശീലിച്ച് തുടങ്ങണം. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഭക്ഷണം ഏതാണ്? ആപ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് നിങ്ങൾ പലർക്കും, നല്ലൊരു ശതമാനം ആളുകൾക്കും, ഞാനും എൻട്രൻസ് കോച്ചിങ്ങിലൂടെ കടന്നു പോയ ഒരാളാണ്, ഐ നോ ദാറ്റ് നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും, ഇൻഡൈജഷൻ ഉണ്ടാവും. ബിക്കോസ് ഒന്നാമത് തന്നെ നിങ്ങളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. സോ നമ്മുടെ ബോഡിയുടെ ബയോളജി തന്നെ ചേഞ്ച് ആവും, നമ്മുടെ ബോഡിയുടെ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി കുറയാൻ സാധ്യതയുണ്ട് ഒബ്വിയസ്ലി. അതിന് പുറമെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഈ ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ള ആളുകളായിരിക്കും. സോ ഗൈസ്, നിങ്ങൾ മാക്സിമം ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതേ സമയത്ത് അതിനകത്ത് കുറച്ചൊക്കെ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, കുറച്ചൊക്കെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള, അതായത് പതിയെ എനർജി റിലീസ് ചെയ്യുന്നത്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഭയങ്കര എന്താ പറയുക, എനർജൈസ്ഡ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഭക്ഷണങ്ങളുണ്ട്, അതെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഓയിലി ഫുഡ്സ്, ഹൈ ഓയിലി ഫുഡ്സ് നിങ്ങൾ ഒഴിവാക്കണം. ആൻഡ് സ്പൈസി ഫുഡ്സ്. ഇൻഡൈജഷൻ്റെ മെയിൻ കോസ് സ്പൈസി ഫുഡ്സാണ്. സോ അടുത്ത ദിവസങ്ങളിൽ മാക്സിമം ഈ സ്പൈസി ഫുഡുകളെല്ലാം ഒഴിവാക്കി ആ ഒരു ദിവസത്തേക്ക് നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഓൾസോ മാറ്റേഴ്സ്. നമ്മൾ ധാരാളം ഫുഡ് കഴിച്ചാൽ, നിങ്ങളിപ്പോൾ ഒരുപാട് എക്സാമുകൾ എഴുതി എക്സാമിനോട് നിങ്ങൾ തഴങ്ങിയിട്ടുണ്ടാവും. പക്ഷേ എക്സാം ഡേയിൽ, ആ നീറ്റ് എക്സാം ഡേയിൽ, ആ ഒരു ഡേ ഉണ്ടല്ലോ, ആ ഒരു ദിവസം, ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ കുറച്ചുകൂടെ അതിൻ്റെ സ്ട്രെസ്സിൻ്റെ മൂർധന്യതയിൽ, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും, നമ്മൾ സാധാരണ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, കുട്ടികളെ നിങ്ങൾ സ്ട്രെസ് അടിക്കരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്. ഐ ഓൾസോ യൂസ് ഇറ്റ് ടു സേ. പക്ഷേ ഞാനൊരു മത്സര പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാനും ആ സ്ട്രെസ്സിലായിരിക്കും. എന്നോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഏത് ഫിലോസഫിയും അതിനപ്പുറത്തൊരു പരിധിക്കപ്പുറം വർക്കാവില്ല. സോ യു വിൽ ബി ഇൻ എ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ അൾട്ടിമേറ്റ്ലി. സോ
നിങ്ങൾ മാക്സിമം സ്പൈസ് കുറച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ആൻഡ് ഇതുപോലെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഓയിലി ഫുഡ് ആൻഡ് ഹൈ ക്വാണ്ടിറ്റി ഭയങ്കര ഹെവി മീലുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ആൻഡ് മീൽ ടൈമിംഗ് ഓൾസോ. നിങ്ങൾ 2 മണിക്ക് എക്സാം എഴുതാൻ തുടങ്ങാനുള്ള ആളുകളാണ്. സോ നിങ്ങളൊരു 1 മണിക്കൊക്കെ മുമ്പ് ഒരു 12 മണിക്ക് തന്നെ ഫുഡ് കഴിച്ച് ശീലിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. അങ്ങനെ ശീലിച്ചാൽ നിങ്ങൾ ആ ഒരു ഡേ ആകുമ്പോഴത്തേക്ക് കുറേയൊക്കെ ഒന്ന് അഡാപ്റ്റഡ് ആവും അതിനോട്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം കുറച്ചുകൂടെ നല്ല രീതിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മക്കളെ, അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ യുവർ ഹൈഡ്രേഷൻ. നോക്കൂ, നമ്മൾ ഹെവി ഹീറ്റ് വേവിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല ചൂടാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഈ ചൂടിലിരുന്നാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല വാട്ടർ ഇൻടേക്ക് ആവശ്യമാണ്. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഫുഡിൻ്റെ കൂടെ തന്നെ ധാരാളം വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതേ സമയത്ത് ഹെവി വാട്ടർ ഇൻടേക്ക് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. നോക്കൂ, എക്സാമിൻ്റെ ഇൻ ബിറ്റ്വീൻ യു ക്യാൻ യൂസ് വാഷ്റൂം, പക്ഷേ അത് നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തും. ഏറ്റവും മിനിമം നിങ്ങളുടെ ഒരു 2-3 മിനിറ്റ് പോയാൽ പോലും അത് നിങ്ങൾക്കുണ്ടാക്കുന്ന പാനിക്, നിങ്ങൾക്കുണ്ടാക്കുന്ന സ്ട്രെസ്സ് ഭയങ്കര വലുതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ എവ്രിതിങ് ഒരുപക്ഷെ റൂയിൻ ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം കുടിക്കുക. പക്ഷേ ആ വെള്ളം മാക്സിമം എമൗണ്ട് രാവിലെ കുടിച്ച് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വാട്ടർ ഇൻടേക്ക് കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക്. നമ്മൾ ഒരിക്കലും എക്സാം ഹാളിനകത്ത് നമുക്കൊരു യൂറിനറി അർജ് തോന്നിയിട്ട്, യു നോ വാട്ട് ഐ മീൻ, തോന്നിയിട്ട് പോവാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം ലൈക്ക് ഇറ്റ് ക്യാൻ കോസ് ട്രബിൾ. എന്താണോ തികട്ടി വരുമ്പോൾ GRD എന്തൊക്കെ ട്രബിൾ ഉണ്ടാക്കോ, ഓൾ ദോസ് ട്രബിൾസ് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു യൂറിനറി അർജ് ഉണ്ടായാൽ പോലും സംഭവിക്കാം. സോ അതുകൊണ്ട് തന്നെ യൂറിൻ പിടിച്ചു വെക്കാൻ നിങ്ങൾ ട്രെയിൻ ചെയ്യപ്പെടുക എന്നുള്ളതിനേക്കാൾ നല്ലത് ആ ഒരു സമയത്ത് അർജ് ഇല്ലാത്ത രീതിയിലേക്ക് നിങ്ങളെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് ഈ ദിവസങ്ങൾ യൂസ് ചെയ്യാം. ഹെവി വാട്ടർ ഇൻടേക്ക് നിങ്ങൾ ഭയങ്കര അധികം ഓവർ വാട്ടർ ഇൻടേക്കിൻ്റെ ആവശ്യം നമ്മുടെ ബോഡിക്കില്ല. ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ കുടിക്കുക. ബട്ട് അത് തന്നെ മോർണിംഗിൽ കൂടുതലും, ഉച്ചയാകുമ്പോഴത്തേക്ക് അത് മാക്സിമം കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നിങ്ങൾ ശീലിക്കുക. ആൻഡ് ഇൻ ബിറ്റ്വീൻ കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ ചെറിയ എമൗണ്ടിൽ മാത്രം വെള്ളം കുടിച്ച് ശീലിക്കുക. ആൻഡ് വൺ മോർ തിങ്, ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലരും ധാരാളം കോഫി, ചായയൊക്കെ അവൈക്കായിട്ട് നിൽക്കാൻ കുടിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളുണ്ടാകും. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകൾ ഓക്കെ, അത് ഭയങ്കര ചേഞ്ച് വരുത്താൻ സാധ്യതയില്ല. പക്ഷേ അധികം ഈ ടീയും ഇതൊക്കെ ഒരു സാധാരണ അളവിൽ മാത്രം കുടിക്കുന്ന ആൾ എക്സാം ഡേയിൽ ധാരാളമായിട്ട് നമ്മൾ ഭയങ്കര അവൈക്കായിട്ട് നിൽക്കാൻ, നമ്മുടെ കോഫിയിൽ ധാരാളം കഫീൻ ഉണ്ട്, ഇതിനകത്ത് ഒക്കെ അകത്ത് നമ്മളെ അവൈക്കായിട്ട് നിർത്തുന്ന സാധനമുണ്ട്. പക്ഷേ നിങ്ങൾ ധാരാളം ഒരു 3-4 കപ്പൊക്കെ കോഫി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയൂറസിസ്, നിങ്ങൾക്ക് കൂടുതൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദർ ഇസ് എ ചാൻസ്. ഓക്കെ, അപ്പോൾ ഓവർ കോഫി ഇൻടേക്കൊക്കെ ആ ഒരു ഡേയിൽ ഭയങ്കര അധികമായിട്ട് ഇൻടേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ ഇതെല്ലാം നമ്മൾ എങ്ങനെ ഒരു എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡി, നമ്മുടെ ഫിസിയോളജിയെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്ക് നിങ്ങൾ ഈ കാര്യങ്ങളെ കൂടെ ചേഞ്ച് ചെയ്യുക. ഗൈസ്, ഇനിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനിയുള്ള എല്ലാ ദിവസവും ഒരു 1 to 5 PM നിങ്ങൾ എക്സാം ഹാളിൽ എങ്ങനെയായിരിക്കുമോ ഉണ്ടാവുക, ആ കാര്യങ്ങളെ നിങ്ങളൊന്ന് സിമുലേറ്റ് ചെയ്യാൻ, അതിനൊന്ന് റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ മൈൻഡ് ട്രെയിൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനോ നിങ്ങൾ ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കും. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എക്സാമൊക്കെ ആ ഒരു സമയത്തായിരിക്കും നടക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അതിനു അപ്പുറത്ത് ഇൻ കേസ് നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ ദിവസവും ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാവില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും എവറി ഡേ 1 to 5 അവർ എക്സാം ഹാളിൽ നിങ്ങൾ ഏത് പോസ്റ്ററിലായിരിക്കും ഇരിക്കുക, അതേ പോസ്റ്ററിൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര വിശാലമായ സംവിധാനമൊന്നും ഉണ്ടാവില്ല. അവിടെ ഏത് പോസ്റ്ററിലാണോ ഇരിക്കുക ആ പോസ്റ്ററിൽ ഇരിക്കാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിരിക്കും, നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ബ്രേക്ക് എടുക്കാൻ പറ്റാത്ത, നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ട, നിങ്ങളുടെ ബ്രെയിന് കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കും അല്ലേ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണെങ്കിലും മറ്റേതൊരു കാര്യമാണെങ്കിലും ഒരു ബ്രേക്ക് ഇല്ലാതെ, ഒരു മൈനർ ഇൻകൺവീനിയൻസ് പോലും വരാത്ത രീതിയിൽ, ഒരു മൈനർ ഡിസ്ട്രാക്ഷൻ പോലും വരാത്ത രീതിയിൽ എല്ലാ ദിവസവും ആ ഒരു സമയം നിങ്ങളുടെ ഒരു മോക്ക് എക്സാം എഴുതാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അതും ഇടതടവില്ലാതെ ഒന്നുപോലും ഒരു സമയം പോലും കളയാതെ ടെ ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലും മറ്റും ഏർപ്പെടാൻ ശ്രമിക്കുക. നോക്കൂ, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിന് ഭയങ്കര പ്ലാസ്റ്റിക്കാണ്. ദറ്റ് ഈസ്, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് എങ്ങനെയും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാ ദിവസവും ഇനിയുള്ള 1 വീക്ക്, മോർ ദാൻ 1 വീക്ക് സമയമുണ്ട്. എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പരിശീലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ
ഓൺ യുവർ എക്സാം ഡേ നിങ്ങളുടെ ബ്രെയിനിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, യെസ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണെന്ന് നമ്മുടെ ബ്രെയിനിന് ഒബ്വിയസ്ലി ഒരു സിഗ്നൽ കിട്ടും. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ഫാർ ബെറ്റർ ദാൻ യു എക്സ്പെക്റ്റ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് വൺസ് അഗെയിൻ, ഇത്ര കാലത്തെ പഠനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതിൻ്റെ 100 ഇരട്ടി 1000 ഇരട്ടി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ഡേയിലെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, എക്സാം ഡേയിലെ നിങ്ങളുടെ പെർഫോമൻസ്. ആ പെർഫോമൻസ് അതിൻ്റെ മാക്സിമം പീക്കിൽ, മാക്സിമം പൊട്ടൻഷ്യലിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റട്ടെ. നല്ലൊരു റാങ്കിലേക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാനും ഈ എക്സാം എഴുതിയ ആളാണ്. ഞാൻ ഇത് എഴുതി നല്ല റാങ്ക് അടിച്ച് ഡോക്ടറായിട്ടുള്ള ഒരാളാണ്. ഗൈസ്, നിങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയും, എക്സാമിൽ റാങ്ക് കുറഞ്ഞാൽ ആളുകൾ എന്ത് ചിന്തിക്കും, ബാക്കിയുള്ളവർ എന്ത് നിങ്ങളോട് ചോദിക്കും, നെവർ എവർ തിങ്ക് അബൌട്ട് ദാറ്റ്. അത് നമ്മുടെ മാറ്ററേ ആവരുത്. നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ടിട്ടുണ്ട്. വി ഹാഡ് 2 ചോയ്സസ്. കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ഡിഗ്രി കോഴ്സ് എടുത്ത് പോകാമായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നടക്കാമായിരുന്നു. അതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങൾ അതല്ല ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് MBBS കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ എന്നിട്ടും ഇതെടുക്കുന്നു. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ, ഈ എക്സാം എത്ര ടഫാണെന്ന് മനസ്സിലാക്കി ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ, കഷ്ടപ്പെടാൻ ഇറങ്ങി തിരിച്ച ആളുകളാണ്. അവിടെ തന്നെ നിങ്ങൾ സക്സസ്ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ അല്ലാത്ത, ജീവിതത്തിൽ കഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മളെ എങ്ങനെ കാണും? അവർ നമ്മളെ പുച്ഛിക്കുമോ? അവർ നമ്മളെ അങ്ങനെ ആക്കുമോ, ഇങ്ങനെ ആക്കുമോ? അത്തരം ചിന്തകൾ നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രിപ്പറേഷനെ, നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിലെ പെർഫോമൻസിനെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ഒരിക്കലും ബാധിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എല്ലാവർക്കും വൺസ് അഗെയിൻ മികച്ചൊരു റാങ്കിലേക്ക് എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ. ദാറ്റ്സ് ഇറ്റ്.